Hello guys, welcome back to another video. ഇന്ന് മാർച്ച് 30th ആണ്. ഇന്ന് എൻ്റെ എഫ്കാക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ എഫ്കാക്കാൻ്റെ കുറച്ച് ഫേവറേറ്റ് ഡിഷസ് ഞാനിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിഷസിൻ്റെ റെസിപ്പീസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് ഒരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസും കൂടി ഉണ്ട് എഫ്കാക്ക്. അപ്പോൾ മൊത്തത്തിൽ എന്താ നമുക്ക് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ് ഗൈസ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു വാച്ചാണ്. ഇത് ഹോണറിൻ്റെ മാജിക് വാച്ച് 2 ആണ്. ഞാൻ വാച്ച് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. എഫ്കൊക്കെ കുറേ നാളായി ഒരു വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഷോപ്പിലെല്ലാം പോയിട്ട് നോക്കലും ചെയ്യും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് അടുത്ത മാസം ആവട്ടെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് റിവ്യൂസ് എൻ്റെ ബ്രദർ പറഞ്ഞു വെച്ചിട്ട് അത്യാവശ്യം അടിപൊളി വാച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം വാച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. അപ്പോൾ കുറച്ച് പഴഞ്ചൻ ടെക്നിക്കാണ്, എന്നാലും നമുക്ക് തൽക്കാലം ഇതൊരു സർപ്രൈസ് അല്ലേ, അപ്പോൾ സർപ്രൈസ് എടുക്കുക. ഞാൻ ഈ വാച്ച് ആദ്യം ഇത് റാപ്പ് ചെയ്തിട്ട് ഈ വലിയ ബോക്സിൽ റാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ഫസ്റ്റ് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ വാച്ചാണെന്ന്. അപ്പോൾ നമുക്ക് റാപ്പിംഗ് പണിയിൽ പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് പാക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ വാച്ച് ഞാൻ ഒരു പ്രാവശ്യം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു റിബണെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മൊഞ്ചാവും. പക്ഷേ കൊറോണ ആയതുകൊണ്ട് എനിക്ക് റിബണൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയേക്കാം. ഇനി നമ്മുടെ വലിയ ബോക്സിലേക്ക് ഈ ചെറിയ ബോക്സ് എടുത്തിടാം. അബ്ബാക്കുള്ള വലിയ ബോക്സിലുള്ള ചെറിയ ഗിഫ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് എഫ്കാക്ക കൊടുക്കുന്നതും അൺബോക്സിങ്ങും അല്ലേ കാണണ്ടേ. അതിനു മുമ്പ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഡിന്നറിന് വേണ്ടിയിട്ട് 2 സ്പെഷ്യൽ ഐറ്റംസാണ് പ്രിപ്പയർ ചെയ്തത്. ഒന്ന് നമ്മുടെ നാടൻ അൽസയും, പിന്നെ ഒന്ന് നമ്മുടെ സ്വന്തം ആണപ്പത്തിൽ എന്ന് പറയുന്നത് കുഞ്ഞിപ്പത്തലും. അപ്പോൾ അത് തന്നെ അൽസയ്ക്ക് വേണ്ടിയിട്ട് ഇത് വലിയ ഗോതമ്പാണ്. ഗോതമ്പ് തൊലി കളഞ്ഞ ഗോതമ്പ്. ഇത് കുറച്ച് അധിക സമയം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ്, ഈ ഒരു കപ്പിന് 2 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം രാവിലെ തന്നെ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. വൈകുന്നേരം കഴിക്കണമെങ്കിൽ രാവിലെ ഗോതമ്പ് വെള്ളത്തിലിടണം. അപ്പോൾ അങ്ങനെ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രഷർ കുക്കറിലാണെന്നെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ചിക്കൻ്റെ കൊട്ട് പോലുള്ള പീസസ് മാത്രം എടുത്താണ്. കുറച്ച് നെയ്യും കൊട്ടൊക്കെ ഉള്ള പീസസാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ അൽസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കൊട്ട് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി കുതിരാൻ വെച്ച് ഗോതമ്പും, അപ്പോൾ കഴുകിയതായതുകൊണ്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗോതമ്പും വെച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വിട്ട് പ്രഷർ കുക്കർ അടച്ച് ഒരു 45 മിനിറ്റ്, അതായത് 3/4 മണിക്കൂർ എന്തായാലും എടുക്കും ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം വെന്ത് വരണം. നല്ലോണം വെന്ത് വന്ന ഗോതമ്പും ചിക്കനും വെളുത്തുള്ളിയും എല്ലാം ഉണ്ട്. ഇനി എല്ലാ കാര്യങ്ങളെല്ലാം സിമ്പിളാണ്. എന്താ വേണ്ടത് വെച്ചാൽ ഇതിൽ ചിക്കന് കൊട്ടുണ്ടല്ലോ, അപ്പോൾ ആ കൊട്ടെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ മൊത്തത്തിലുള്ള ഈ ഗോതമ്പും ചിക്കനെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഇതിലുള്ള കൊട്ടെല്ലാം മാറ്റി വെച്ചു. ഈ കൊട്ടിനെ എടുത്ത് മാറ്റി കളയുന്നതല്ല, ഇത് വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചിടണം. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ മൊത്തത്തിലുള്ള ഗോതമ്പും ചിക്കനെല്ലാം ഒന്ന് നല്ലോണം അടിച്ച് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ്.
ഹാൻഡ് ബ്ലെൻഡറിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കുറച്ച് അൽസ നമ്മൾ ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഹാൻഡ് ബ്ലെൻഡറിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അൽസ അടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ പണ്ടത്തെ ആൾക്കാരെല്ലാം മദ് എന്ന് പറഞ്ഞൊരു സാധനത്തിനോടാണ് നല്ലോണം അടിച്ചെടുക്കുന്ന കാണുന്നത്. ഇപ്പം അതിലാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് തന്നെ അറിയില്ല. അതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് മിക്സാക്കി അടിച്ചെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ വീട്ടിൽ ഈ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അൽസ അടിച്ചെടുക്കൽ. അപ്പോൾ അങ്ങനെ അടിച്ച് മിക്സാക്കി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ കുട്ട് പീസെല്ലാം ഇതിലേക്ക് വീണ്ടും ഇട്ടിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. അതുപോലെ വേണമെങ്കിൽ കുറച്ച് ഗീയും ഈ മിക്സ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ 2 സ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്ന് ഗീയിൽ ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസെല്ലാം ഇട്ട് വറുത്ത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി അൽസ റെഡി. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയത് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ചായൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളതിലാണ്. അപ്പോൾ ഇഫ്കാക്ക് ഓഫീസിൽ നിന്ന് വന്ന പാട് കൊടുക്കേണ്ട ഡിഷാണ് ഈ ഒരു ഫേവറേറ്റ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ നല്ല ഫ്ലേവേർഡായിട്ടുള്ള അടിപൊളി ടേസ്റ്റി അലീസ റെഡിയായി. ഇനി അടുത്തത് ഡിന്നർ ഐറ്റമായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ആണപ്പത്തിലാണ്. നമ്മുടെ സൈഡിലെല്ലാം ആണപ്പത്തിൽ എന്ന് പറയും, കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും. അപ്പോൾ ഞാൻ ചിക്കനിലാണ് ആണപ്പത്തിൽ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചോറ് വെക്കുന്ന ഏതരിയാലും പ്രശ്നമില്ല. ഞാനിവിടെ 2 കപ്പ് കുറുവ റൈസാണ് എടുത്തത്. ഇത് നല്ല ചൂട് വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ കഴുകിയെടുത്ത് അരിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മട്ട റൈസ് യൂസ് ചെയ്യാം. ചോറ് വെക്കുന്ന ഏതരിയായാലും പ്രശ്നമില്ല. അപ്പം നല്ലോണം കുതിർന്ന് വന്ന അരി ഇനി അരച്ചെടുക്കാമെന്ന് വേണ്ടേ. അപ്പോൾ അതിലേക്ക് പിന്നെ അരക്കുന്നതിന് മുമ്പ് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. ഇതൊരു കപ്പ് തേങ്ങ ഉണ്ട്. അതുപോലെ ഒരു ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഇതെല്ലാം മിക്സാക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഈ അരി നമുക്ക് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നെയ്പ്പത്തലിൻ്റെയും പത്തലിനെല്ലാം റെസിപ്പി ചെയ്തിട്ടുണ്ടായിനി. ഏകദേശം സെയിം പ്രൊസീജിയറാണ് അതിനുള്ളത്. പത്തലിന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അതായത് ഉള്ളിയൊന്നും ഇടില്ല. പക്ഷെ നെയ്പ്പത്തലിന് ഈ സെയിം പ്രൊസീജിയറാണ്. പക്ഷെ നെയ്പ്പത്തലിന് അങ്ങനെ നല്ലോണം അരച്ചെടുക്കില്ല. ഈ ആണപ്പത്തലിന് വേണ്ടിയിട്ട് നല്ലോണം അരി അരച്ചെടുക്കും. നല്ലോണം മിക്സാക്കി നല്ല അരപ്പാക്കി എടുക്കണം. അങ്ങനെ നല്ലോണം അരച്ചെടുത്ത അരിയിലേക്ക് നമ്മൾ പത്തലിന് വേണ്ടി പൊടിച്ചെടുത്ത് അരിപ്പൊടിയിട്ട് കുഴച്ചെടുക്കാമെന്ന് വേണ്ടേ. ഞാൻ ഇതിന് മുമ്പ് പത്തലിൻ്റെ റെസിപ്പി ചെയ്തപ്പോഴും കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, നിങ്ങൾ അരിപ്പൊടി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് പച്ചരിപ്പൊടിയാണോ? ഇത് പച്ചരിപ്പൊടിയല്ല. നമ്മൾ അരിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 4 കിലോ പുഴുങ്ങലരി, അതായത് ചോറ് വെക്കുന്ന 4 കിലോ അരിയാണെങ്കിൽ അതിന് 1 കിലോ പച്ചരി എന്നുള്ള കണക്കിലാണ് എടുക്കുക. അരി വറുക്കൊന്നുമില്ല. അരി നല്ലോണം കഴുകി വെറുതെ ടേബിളിലൊരു ക്ലോത്ത് ഇട്ട് ഉണക്കാനിട്ട് ഉണങ്ങിയ അരി മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാമെന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ പത്തലിൻ്റെ അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് നല്ലോണം ഞാനിതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് ഇതിങ്ങനെ വേണ്ടത്. നല്ലോണം അയച്ചു കുഴക്കൊന്നും വേണ്ട. ഇനി ഇങ്ങനെ കുഴച്ചെടുത്ത മാവിനെ കുഞ്ഞി സൈസിലുള്ള പത്തലാക്കി എടുക്കാമെന്ന് വേണ്ടേ, കുഞ്ഞിപ്പത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ചെറിയ ബോളാക്കി എടുത്തിട്ട് ആ ചെറിയ ബോളിനെ ഒരു ചെറിയൊരു പ്രസ്സും കൂടി, വിരലുകൊണ്ട് ഒരു പ്രസ്സും കൂടി ഇട്ട് കൊടുത്താൽ അതാണ് ഈ കുഞ്ഞിപ്പത്തലിൻ്റെ സൈസ്, ഷേപ്പ്, കുഞ്ഞി ഷേപ്പ്. അപ്പം ആദ്യം ഒരു വലിയ ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പാക്കി വെച്ച് അതിൽ നിന്ന് ചെറിയ ബോളാക്കി എടുത്താൽ പെട്ടെന്നാവും. അപ്പോൾ 2 ആളുകളുണ്ടെങ്കിൽ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. ഇത് മാത്രമാണ് ഈ ആണപ്പത്തിലാക്കുമ്പോൾ ഒരു ടൈം എടുക്കുന്ന ഒരു പണി എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് ഇത് ചെയ്യാം. ഏകദേശം ഒരു പ്ലേറ്റിനുള്ള ആണപ്പത്തിൽ ആക്കിയെടുത്തപ്പോൾ ഞാനിത് ഒരു ഇഡ്ഡലി തട്ടെടുത്ത് അതിൽ എണ്ണ തടവി കൊടുത്തിട്ട് ബാച്ച് ആക്കിയിട്ട് വേവിച്ചെടുക്കാമെന്ന് ചെയ്തിട്ടുണ്ടായത്. ഈ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കറിയാക്കി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കും ഇതൊന്ന് കറക്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് ചിക്കൻ വറുത്തരച്ച കറിയിലുള്ള ആണപ്പത്തിലാണ് ആക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുക, അതിൽ മിക്സ് ചെയ്യുക, ഇതാണ് പിന്നുള്ള പണി. അപ്പോൾ ഞാനിന്ന് ചിക്കൻ വറുത്തരച്ച കറിയാണ് ആക്കുന്നത്. അപ്പോൾ ഈ കറി ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അന്ന് ഞാൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി, നമ്മൾ റെഡിയാക്കി വെച്ച് മുളക് പൊടി മിക്സ് മാത്രം അന്ന് കറിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി മിക്സ് എങ്ങനെയാണ്, അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1/2 കിലോ കറിക്കുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ കൂടെ 1/2 കിലോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ 2 കിലോ മല്ലി, 100 ഗ്രാം മഞ്ഞൾ, പിന്നെ ഇതിൽ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരി, ഉലുവ 1 ടേബിൾ സ്പൂൺ, അതുപോലെ വലിയ ജീരകം, ചെറിയ ജീരകം, ഇതെല്ലാം ഒരു പാനിലിട്ട് വറുത്തിട്ടാണ് ഈ മുളക് പൊടിൻ്റെയും മല്ലിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുക ചെയ്യാം. ഇതാണ് നമ്മൾ കറിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന മുളക് പൊടീൻ്റെ മിക്സ്. അങ്ങനെ കറി റെഡിയായി. അണപ്പത് വേവിച്ച് അണപ്പത്തിലും കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറും റെഡിയായി. ഇതന്നെ ബീഫ് കറിയിലും ചെമ്മീൻ കറിയിലും ആക്കിയാലും നല്ല ടേസ്റ്റിയാണ്. അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ഐറ്റം ആണ്. വല്ലാണ്ട് അലങ്കാര പരിപാടികളൊന്നും ഇല്ല. അപ്പം ഞാനിവിടെ ബോക്സും കൊടുത്ത് തണുവിൻ്റെ വീട് എടുത്തിട്ടുണ്ട്. എഫ്കാക്ക് ഒന്നും അറിയില്ല, എഫ്കാക്ക് ഓഫീസിൽ പോയിട്ടാണല്ലോ. ഇനിയിപ്പോൾ വരുമ്പോൾ ആണ് ഈ സംഭവങ്ങളെല്ലാം അറിയൂ. അപ്പോൾ വന്നിട്ട് ഇനി എന്താ റിയാക്ഷൻ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. A few moments later. അവിടെ വെക്ക്, താഴെ വെക്ക്. അത് കീറുന്ന ഇവിടെ കയറി. അവിടെ വെക്ക്. അവിടെ ഗുഡ് ബൈ ആയിട്ട് ഇരിക്കും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താനും വലിയ ഹാപ്പി ബർത്ത്ഡേ അബ്ബ. ഒരു കിഷോ ഡബ്ബല്ലേ എന്തായിരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ്? ബർത്ത്ഡേ പോയി നല്ല ചമ്മ പോകുന്നുണ്ട്. ഒരു ചമ്മല് എക്സ്പെക്ട് ചെയ്തില്ല. എന്താണ് താനെന്താണോ അല്ലെ ഭയങ്കര പണിയില്ല. കൊറേ നാളായി വാച്ചിനൊക്കെ. ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും അടിപൊളി വാച്ചാ തന്നെ. അടിപൊളി വാച്ച് നോക്കുന്നതിന് മുമ്പ് അടിപൊളി വാച്ചാണ്. പുറത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ വീഡിയോയിൽ എടുക്കാൻ തുടങ്ങി. എന്ത് പറയാനുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ്? വളരെ നെട്ടിച്ചാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. എന്തായാലും നെട്ടിച്ചാണ് മതി. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളെ സഹിച്ച എന്നല്ല വാചനെ സഹിച്ച. അപ്പൊ എന്തായാലും ഞാൻ ഹാപ്പി ആയി. ഞാൻ എന്തായാലും വിചാരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഇങ്ങനെ സാധാരണ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന പോലെ വന്നത്. വളരെ ക്ഷീണിതരായ മുഖം കാണുന്നുണ്ട് ഓഫീസിൽ വന്നിട്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞി സർപ്രൈസ് ബർത്ത്ഡേ സർപ്രൈസ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും വരുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.